ഞാൻ ഇന്നിവിടെ ഒരു തീയലുണ്ടാക്കാനാണ് പോകുന്നത്. സാധാരണ തീയലെന്ന് പറയുമ്പോൾ ഉള്ളി, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക ഇങ്ങനെയുള്ള തീയലാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇന്ന് ഞാൻ ചെയ്യുന്ന തീയലെന്ന് പറയുന്നത് മത്തങ്ങ, 2 പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, 1 പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, 1 ടൊമാറ്റോ. ഇത് 3 വറ്റൽ മുളക് വെച്ചേക്കുന്നത് കടുക് പൊട്ടിക്കാനായിട്ടാണ്. ഇത് ഇത്രയും ചേർത്താണ് ഞാൻ ഇന്നൊരു തീയലുണ്ടാക്കുന്നത്. ഈ തീയലിന് ഞങ്ങൾ പറയുന്നത് കൂട്ട് തീയലെന്നാണ് പറയുന്നത്. ഇത് അരിഞ്ഞിട്ട് കാണിക്കാം. അതിനാവശ്യമായി എടുത്തിരിക്കുന്ന ചേർക്കേണ്ട അരപ്പുകളാണ് ഈ കാണുന്നത്. കുറച്ച് തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് പിഴിപുളിയാണ് എടുത്തിരിക്കുന്നത്, അര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിത്രയാണ് ഇതിലേക്ക് ചേർക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിന് അവസാനമായിട്ട് ഇനി ഒരു പൊടിയും കൂടെ ചേർക്കാനുണ്ട്. ഈ തേങ്ങ ഞാൻ ചിരണ്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ക്രഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തീയലിന് വറുക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ സാധിക്കും. ശരി, ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇതാ തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇത് തേങ്ങ കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്പം വെളിച്ചെണ്ണ ചേർത്തത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറു തീയിൽ വേണം ഈ തേങ്ങ വറുത്തെടുക്കേണ്ടത്. ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മൾ ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് ഒരടി. തേങ്ങയെല്ലാം ഒന്നുപോലെ പെട്ടെന്ന് മൂത്ത് കിട്ടും. നമ്മൾ എടുത്ത തേങ്ങയിലേക്ക് എടുത്തിരിക്കുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എടുത്തിരുന്ന 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇതാ ഇപ്പോഴേ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ തീയൽ നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ എല്ലാ തീയലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കൂട്ട് തീയലായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇത് കണ്ട് ഇത് വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടിടണം. ഇത് ചെയ്യുമ്പോൾ ചെറു തീയിൽ തന്നെ, ചെറിയ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് കൊണ്ട് കരിഞ്ഞു പോകും. നമുക്ക് ഈ തേങ്ങ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വറുത്ത് കോരാനായിട്ട് ഒരു 8-10 മിനിറ്റിനകം കൊണ്ട് വറുത്ത് കോരിയെടുക്കാനേ ഉള്ളൂ. സാധാരണ നമ്മൾ ചിരണ്ടി അതേ പാടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും 10-20 മിനിറ്റ് കൊണ്ട് വറുത്തെടുക്കാൻ പറ്റും. ഇത് 10 മിനിറ്റോളം നമുക്ക് പെട്ടെന്ന് ലാഭിച്ച് കിട്ടുന്നതാണ് ഈ തേങ്ങ ക്രഷ് ചെയ്ത് ഇതുപോലെ ഇടുന്നത്. ഇപ്പോഴും നമ്മുടെ തീയലിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമ്മൾ തീയലിൻ്റെ അരപ്പ് വറുത്തെടുക്കേണ്ടത്. ഇപ്പം എല്ലാം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമ്മൾ തീയലിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെള്ളരിക്ക ഇതുപോലെ നീളത്തിനും മത്തങ്ങയും ഇതുപോലെ നീളത്തിന് വേണം അരിയേണ്ടത്.
ചെറിയ കഷ്ണങ്ങളല്ല, കട്ടി കുറച്ച് നീളത്തിന് വേണം അരിയേണ്ടത്. മുരിങ്ങയ്ക്ക് നമ്മൾ നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത്, ചെറിയ ഉള്ളിയും നീളത്തിനാണ് എല്ലാം ഒരേ ലെവലിലാണ് അരിയേണ്ടത്. ഇതിപ്പോൾ മുരിങ്ങയ്ക്ക, മത്തങ്ങ, വെള്ളരിക്ക, ഉള്ളി ഇതെല്ലാം ഒരേ നീളത്തിനാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പം എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും മത്തങ്ങയും വെള്ളരിക്കയും ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറിയൊക്കെ എന്ന് വെച്ചാൽ അധിക വേവില്ല. വെള്ളരിക്ക ആയാലും മത്തങ്ങ ആയാലും മുരിങ്ങയ്ക്ക ആയാലും ശരിക്കും വേവുള്ള പച്ചക്കറികളല്ല. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്ക അതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്തത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് പച്ചക്കറിക്ക് എത്ര ഉപ്പ് വേണമെന്നുള്ളത് ഓരോരുത്തർക്ക് അറിയാമല്ലോ. അതുപോലെ ഉപ്പും ചേർത്ത് ഉപ്പൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ തീയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മളിതിലേക്ക് ഒരു ചെറിയ ചുള പുളി എടുത്തിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് അവസാനം അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ തീയലിനും ഉലുവ ചേർക്കാറില്ല. ഈ കൂട്ടുതീയലിന് മാത്രമാണ് ഉലുവ ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ കൂട്ടുതീയൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തീയലുണ്ടെങ്കിൽ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.